ക്യാൻസറിൻ്റെ ഇമ്മീഡിയറ്റ് ത്രെട്ട്, അതായത് ക്യാൻസർ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് എന്ന സാഹചര്യം നിൽക്കുമ്പോഴാണ് ക്യാൻസർ റീഹാബിലിറ്റേഷൻ ആവശ്യമായി വരുന്നത്. ക്യാൻസർ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ ക്യാൻസറിൽ നിന്നും പൂർണ്ണമായും ഭേദമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവശതകളെ മുഴുവൻ മാറ്റി അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് ഒരു ഉദാഹരണമായി ഞാൻ പറയാം. ഒരു മാരത്തൺ റണ്ണർ, അയാൾക്ക് തുടയെല്ലിന് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ തുടയെല്ല് മുറിച്ച് മാറ്റേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവർക്ക് തിരിച്ച് ഓടാൻ എന്നല്ല, അവർക്ക് നടക്കാൻ തന്നെ വയ്യാത്തൊരു സാഹചര്യം വന്നേക്കാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ വ്യക്തിയെ പൂർണ്ണമായും ആരോഗ്യവാനാക്കി അവർക്ക് ഒരു പ്രോസ്തസിസ് ഘടിപ്പിച്ചുകൊണ്ട് അവരെ വീണ്ടും ഓടാൻ പ്രാപ്തമാക്കുന്ന രീതിയിൽ ആണ് ക്യാൻസർ റീഹാബിലിറ്റേഷൻ. ഇത് ഇപ്പോൾ തലച്ചോറിൽ ക്യാൻസറോ മറ്റുമൊക്കെ വരുന്ന ആളുകൾക്ക് പലപ്പോഴും അവർക്ക് ഭക്ഷണം ഇറക്കാനും സംസാരിക്കാനുമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. അപ്പോൾ അതിന് അനുസൃതമായിട്ട് അവർക്ക് സ്പീച്ച് തെറാപ്പി, സ്വാലോ തെറാപ്പി മുതലായവയും നൽകി ചികിത്സിച്ച് അവരെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും ഉൾപ്പെടും. അപ്പോൾ ക്യാൻസർ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അതെന്ന് പറയുമ്പോൾ അതിൽ ആവശ്യാനുസരണം മെഡിക്കേഷൻസും ഇഞ്ചക്ഷൻ പ്രൊസീജിയേഴ്സ്, വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ പ്രൊസീജിയേഴ്സും പിന്നെ സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒക്കുപ്പേഷണൽ തെറാപ്പി, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, ഇതെല്ലാം ഉൾപ്പെട്ട് വരുന്ന ഒരു പ്രക്രിയയാണ്. ഓരോ ക്യാൻസർ സർവൈവറിൻ്റെയും ജേണി യുണീക്കാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം എപ്പോഴും വ്യത്യസ്തവും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ക്യാൻസർ ചികിത്സയിൽ നിൽക്കുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ യുണീക്ക് ആവശ്യം നേടിക്കൊടുക്കുക എന്ന് ചെയ്യുന്നതാണ് ഇത്തവണത്തെ തീം. ക്യാൻസർ റീഹാബിലിറ്റേഷനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഓരോ വ്യക്തിയുടെയും യുണീക്കായ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്കനുസൃതമായ ചികിത്സാ രീതികൾ കൊടുത്ത് അവരെ പഴയ ജീവിതത്തിലേക്ക് പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരികയാണ് ക്യാൻസർ റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത്.